നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മതപഠനം സ്കൂൾ ക്ലാസ് സമയത്തിന് ശേഷമാക്കണമെന്ന കാര്യത്തെക്കുറിച്ച് മതപണ്ഡിതന്മാർ പുനർവിചിന്തനം നടത്തണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. സ്കൂൾ സമയത്തിന് മുമ്പ് മാത്രമേ മതപഠനം പറ്റൂ എന്ന വാശി ഒഴിവാക്കി മാറ്റത്തിനനുസരിച്ച് സമുദായവും മാറണമെന്ന് സ്പീക്കർ. SFI സംസ്ഥാന സെക്രട്ടറി പുറത്തുവിട്ട ശബ്ദരേഖ GIO വിദ്യാർത്ഥിനിയുടേതെന്ന് MSF നേതാവ് റുമൈസ റഫീഖ്. RSSന്റെ നാവ് മാത്രമല്ല, അവർക്ക് വേണ്ടിയാണ് SFI പണിയെടുക്കുന്നതെന്നും റുമൈസ. കണ്ണൂർ നഗരത്തിൽ തെരുവ് നായ ശല്യം തുടർക്കഥയാവുന്നു. 15 പേർക്കാണ് പുതുതായി കടിയേറ്റത്. കതിരൂർ പുല്ലിയോട് ഗവൺമെന്റ് LP സ്കൂളിന് പുതുതായി നിർമ്മിച്ച 3ാം നിലയുടെയും 3ാം നിലയിൽ ഒരുക്കിയ സ്റ്റേജ്, ഓഡിറ്റോറിയം എന്നിവയുടെയും ഉദ്ഘാടനം നടന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി B. ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മതപഠനം സ്കൂൾ ക്ലാസ് സമയത്തിന് ശേഷമാക്കണമെന്ന കാര്യത്തെക്കുറിച്ച് മതപണ്ഡിതന്മാർ പുനർവിചിന്തനം നടത്തണമെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. കതിരൂർ പഞ്ചായത്തിലെ പുല്ലിയോട് ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയ ഉദ്ഘാടന വേളയിൽ അധ്യക്ഷ പ്രസംഗത്തിനിടെയായിരുന്നു സ്പീക്കറുടെ പരാമർശം. സ്കൂൾ സമയത്തിന് മുമ്പ് മാത്രമേ മതപഠനം പറ്റൂ എന്ന വാശി ഒഴിവാക്കി കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് സമുദായവും മാറണമെന്ന് സ്പീക്കർ പറഞ്ഞു. 10 മുതൽ 4 വരെയുള്ള ക്ലാസ് സമയത്തിൻ്റെ മാറ്റത്തിനെക്കുറിച്ച് സജീവ ചർച്ച നടക്കണമെന്നും ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും 8 മണിക്കും 7:30 മണിക്കും രാവിലെ സ്കൂൾ സമയം ആരംഭിക്കുമ്പോൾ ഇവിടെ മാത്രം 10 മണിയെന്ന് വാശി പിടിക്കേണ്ട കാര്യം എന്താണെന്നും സ്പീക്കർ ചോദിച്ചു. അതുപോലെ നിരവധി വിഷയങ്ങൾ. ക്ലാസ് സമയമാറ്റം സംബന്ധിച്ച് എനിക്ക് അഭിപ്രായമുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ രാവിലെ 8 മണിക്ക് സ്കൂള്, ഇവിടെ എത്തുമേ അതൊന്നും പറ്റൂല, 10 മണിക്കേ പറ്റൂ. അവിടെ മദ്രസ പഠനമില്ലേ? അവിടെ മദ്രസ പഠനമുണ്ട്, പ്രശ്നമില്ല. ഇവിടെ എത്തുമ്പോൾ പറയുന്നത് ഇവിടുത്തെ മദ്രസക്ക് പോകണം. വിദ്യാഭ്യാസത്തിനോ മതപഠനത്തിനോ മതപരമായ ആചാരങ്ങൾക്കൊന്നും ഞങ്ങളെതിരല്ല. പക്ഷെ നമ്മൾ കാണേണ്ടത് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറണം. 10 മണി മുതൽ 4 മണി വരെ തിയറി മാറ്റണം. പകരം 8 മണിക്ക് രാവിലെ ഉറങ്ങിണിക്കുന്ന കുട്ടി നല്ല ഫ്രഷ് മൂഡിൽ പഠിക്കാൻ പോകുന്നു. ഒരു 1 മണിക്ക് മുമ്പായി അവൻ്റെ ക്ലാസ് അവസാനിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ച് കളിക്കാൻ വിട്. അന്നേരം മതപഠനം നടത്തട്ടെ, മദ്രസയിൽ പോയിക്കോട്ടെ. അല്ലാതെ 10 മണി മാത്രമേ പറ്റൂ എന്ന രീതിയിലേക്ക് വാശി പിടിക്കുന്ന രീതിയെക്കുറിച്ച് മതപണ്ഡിതന്മാരും പുനർവിചിന്തനത്തിന് വിധേയമാവണമെന്ന് അഭിപ്രായം എനിക്കുള്ളത്. അത് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പ് അഭിപ്രായം പറഞ്ഞു. അതിൻ്റെ മുകളിൽ എല്ലാവരും എൻ്റെ പെരടി പാഞ്ഞു കയറി, എന്നെ ആക്ഷേപിച്ചു, മതവിരുദ്ധനാക്കി മുദ്രകുത്താൻ ശ്രമിച്ചു. ഇന്നലെ ഒരു മതപണ്ഡിതൻ പറഞ്ഞല്ലോ എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചില്ല. ആ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ചോദിച്ചല്ലോ. അതുപോലെ ഇവിടെ ഇപ്പം ഞാൻ പറയുന്നു, സ്കൂളിലെ പഠന സമയം, ക്ലാസ് സമയം, ഈ 10 മണി മുതൽ 4 മണി വരെ എന്ന സമയത്തെക്കുറിച്ചുള്ള മാറ്റത്തിന് സജീവമായ ചർച്ചയ്ക്ക് കേരളം വിധേയമാകണം. വിദേശ രാഷ്ട്രങ്ങളിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും 8 മണിക്കും 7:30 മണിക്കും ക്ലാസ് തുടങ്ങുമ്പോൾ എന്തേ ഇവിടെ മാത്രം 10 എന്ന വാശി പിടിക്കേണ്ട കാര്യം? അത് ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. SFI സംസ്ഥാന സെക്രട്ടറി പുറത്തുവിട്ട ശബ്ദരേഖ GIO വിദ്യാർത്ഥിനിയുടേതെന്ന് MSF നേതാവ് റുമൈസ റഫീഖ്. RSSന്റെ നാവ് മാത്രമല്ല, അവർക്ക് വേണ്ടിയാണ് SFI പണിയെടുക്കുന്നത്. മതം പറയുമ്പോൾ അത് കേട്ട് വോട്ട് ചെയ്യുന്നവരല്ല കേരളത്തിലെ വിദ്യാർത്ഥികളെന്നും SFI മാപ്പ് പറഞ്ഞ് പ്രസ്താവന പിൻവലിക്കണമെന്നും MSF നേതാവ് ആവശ്യപ്പെട്ടു. SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ വീണ്ടും ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ദുർബലമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഏവരും കണ്ടതാണ്. അദ്ദേഹത്തെ പിന്തുണച്ചു വന്ന ഒരേ ഒരു നേതാവ് എന്ന് പറയുന്നത് അത് RSSന്റെ നേതാവായ ശശികലയായിരുന്നു. അഥവാ SFI RSSന്റെ നാവായി മാറുന്നു എന്നുള്ളതിൽ ഇതിലും വലിയൊരു തെളിവ് എനിക്ക് കിട്ടാനില്ല എന്നാണ്. ഒരു വിദ്യാർത്ഥിയുടെ വോയിസ് അത് MSFകാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്നലെയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആ വോയിസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് 2 വർഷം മുമ്പ്, അഥവാ 2023 ആ പെൺകുട്ടി അവിടെ പഠിച്ചതും ഇങ്ങനൊരു വോയിസ് പുറത്തേക്ക് വന്നതും. അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ കുട്ടിയെ വിളിച്ചു. ആ കുട്ടിയെ വിളിച്ചപ്പോൾ ആ കുട്ടി പറയുന്നതും
SFIയുടെ സംസ്ഥാന സെക്രട്ടറി പുറത്തുവിട്ട വോയിസിലും ആ പെൺകുട്ടി വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഞാനൊരു MSFകാരിയല്ല, ഞാനൊരു MSFിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ല, ഞാൻ GIO എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന അവരുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് സുവ്യക്തമായി കൊണ്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട്. എന്നിട്ട് പോലും തങ്ങൾക്ക് വേണ്ട കണ്ടന്റ് കട്ട് ചെയ്ത് ആ വോയിസ് റെക്കോർഡ് പ്രചരിപ്പിച്ച SFIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു യൂണിറ്റ് സെക്രട്ടറിയുടെ എങ്കിലും നിലവാരം SFIയുടെ സംസ്ഥാന സെക്രട്ടറി കാണിക്കണമെന്നാണ്. നമ്മൾ ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണ നീക്കങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. RSSകാരെടുക്കുന്ന പണിയായത്. അവർക്ക് വേണ്ട വോയിസുകൾ കട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ആശയങ്ങൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഗിമ്മിക്കുകൾ അത് RSSകാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ SFI എന്ന് പറയുന്ന സംഘടന RSSന്റെ നാവ് മാത്രമല്ല, അടപടലം RSSന്റെ എല്ലാ പ്രവർത്തനങ്ങളും പകർത്തുന്ന കാഴ്ചയാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ നഗരത്തിൽ വീണ്ടും തെരുവ് നായ ആക്രമണം. 15 പേർക്ക് കടിയേറ്റു. സബ് ജയിൽ പരിസരത്ത് നിന്നാണ് കടിയേറ്റത്. പരിക്കേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. കതിരൂർ പുല്ലിയോട് ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച 3ാം നിലയുടെയും 3ാം നിലയിൽ ഒരുക്കിയ സ്റ്റേജ്, ഓഡിറ്റോറിയം എന്നിവയുടെയും ഉദ്ഘാടനം നടന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനായി കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചു. കതിരൂർ പുല്ലിയോട് ഗവൺമെന്റ് LP സ്കൂളിന് പുതുതായി നിർമ്മിച്ച 3ാം നിലയുടെയും 3ാം നിലയിൽ ഒരുക്കിയ സ്റ്റേജ്, ഓഡിറ്റോറിയം എന്നിവയുടെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. 1.5 കോടി രൂപ ചെലവിൽ പുതുതായി നിർമ്മിച്ച സ്കൂളിൻ്റെ ഉദ്ഘാടന കർമ്മം വളരെ സന്തോഷപൂർവ്വം ബഹുമാനപ്പെട്ട സ്പീക്കറുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളുടെ അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. തലശ്ശേരി മണ്ഡലം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ മുന്തിയ പരിഗണനയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 100% പുതിയ സ്കൂളുകളും നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, കുട്ടികളുടെ അക്കാഡമിക് കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ജനങ്ങളോടൊപ്പം ജനകീയ കതിരൂർ എന്ന ഒരു പദ്ധതി തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിക്കും അതേപോലെ തന്നെ ഈ മണ്ഡലത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട സ്പീക്കർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ അധ്യക്ഷനായി. പ്ലേ ബേസ്ഡ് ചൈൽഡ്ഹുഡിൽ നിന്നും ഫോൺ ബേസ്ഡ് ചൈൽഡ്ഹുഡിലേക്ക് നമ്മുടെ കുട്ടിക്കാലം മാറി. ഏത് കുട്ടിയുടെ കയ്യിലേക്കും നിങ്ങളപ്പം മൊബൈൽ ഫോൺ കൊടുക്കും. ബഹളം വെച്ചാൽ കുട്ടി ആടെ പോകാൻ പാടില്ല, ഈടെ പോകാൻ പാടില്ല, നമ്മൾ തിട്ടൂരിറക്കും. എന്നാൽ ഈ ഓൺലൈൻ സംവിധാനത്തിനകത്ത് ഇവൻ എത്തിപ്പെടുന്ന ചതിക്കുഴികളെ കുറിച്ച് എത്ര ആൾ അറിയുന്നുണ്ട്? ഇപ്പോഴത്തെ കുട്ടികളോട് നിങ്ങൾ ലാപ്ടോപ്പ് നോക്കാൻ പാടില്ല, മൊബൈൽ ഫോണിൽ തൊട്ടു പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ അതിനകത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. സ്ക്രീൻ ടൈം എന്നൊരു വാക്കുണ്ട്. സ്ക്രീൻ ടൈം എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. ഒരു നിശ്ചിത സമയം അതിനകത്ത് കുട്ടികൾ ആധുനിക ടെക്നോളജിയെ പരിചയപ്പെടാൻ വേണ്ടി ഉപയോഗിക്കണം. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റമാണ് ഇപ്പോൾ കാലത്തുണ്ടായിട്ടുള്ളത്. വലിയ രീതിയിൽ അടിസ്ഥാന പശ്ചാത്തലം വികസിച്ചു. പുതിയ കെട്ടിട സമുച്ചയങ്ങളുണ്ടായി. വിദ്യാഭ്യാസ മേഖലയിൽ കമ്പ്യൂട്ടർവൽക്കരണം നടന്നു. അധ്യാപകരുടെ നിലവാരം മെച്ചപ്പെടുത്താൻ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. ഭൗതിക പശ്ചാത്തലത്തിന് ഊന്നൽ കൊടുത്തു. കുട്ടികൾക്ക് സമ്മർദ്ദമില്ലാതെ പഠിക്കാൻ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. കുട്ടികൾ ആരെങ്കിലും ടൂറിന് പോകുമ്പം, സ്കൂൾ എക്സ്കർഷന് പോകുമ്പം കാശില്ലാത്തത് കൊണ്ട് കുട്ടികളെ കൂട്ടാൻ പാടില്ല എന്ന വിപ്ലവകരമായ ഒരുപാട് തീരുമാനങ്ങൾക്കാണ്
ബഹുമാനനായ പൊതുവിദ്യാഭ്യാസ മന്ത്രി നേതൃത്വം കൊടുത്തത്. അദ്ദേഹം തുറന്നുവിട്ട പല ചർച്ചകളും കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വലിയ ചർച്ചാ വിഷയമായി. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, കുട്ടികൾ സൂംബ ഡാൻസ് കളിക്കണം. തീരുമാനമെടുത്തപ്പം അതിനെതിരെ കർക്കശമായ വിമർശനം വരുന്നു വന്നപ്പം വിമർശനങ്ങൾക്ക് മുന്നിൽ ഒരു അടി പോലും പിറകോട്ട് പോവാതെ അതിനെ അതേ ഗൗരവത്തിൽ നേരിട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷത്തിന് പിരിമുറുക്കം കുറക്കാൻ ഇത്തരം ഡാൻസുകൾ നല്ലതാണെന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തിയപ്പം അതിൻ്റെ കൂടെ കുട്ടികൾ അണിചേർന്നുള്ളതാണ്. തലശ്ശേരി നോർത്ത് ഉപജില്ലയിലെ ഏക സർക്കാർ LP സ്കൂളായ കതിരൂർ പുല്യോട് CH നഗറിലെ ഗവൺമെന്റ് LP സ്കൂളാണ് വീണ്ടും കൂടുതൽ സൗകര്യങ്ങളോടെ മികവിന്റെ കേന്ദ്രമായി ഉയർന്നത്. 2020 പുല്യോട് ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ OT രഞ്ജുമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ, പാനൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TT റംല, കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യിൽ, തലശ്ശേരി നോർത്ത് ഉപജില്ല AEO A പ്രശാന്ത്, കണ്ണൂർ ഡയറ്റ് ലെക്ചറർ അനുപമ ബാലകൃഷ്ണൻ, തലശ്ശേരി നോർത്ത് BPC ചന്ദ്രമോഹൻ, റിട്ടയർഡ് ഡയറ്റ് ഫാക്കൽറ്റി A രവീന്ദ്രൻ, ഹെഡ് മിസ്ട്രസ് K ശ്രീജ, വാർഡ് അംഗം A വേണുഗോപാലൻ, PTA പ്രസിഡന്റ് K അതുല്യ, പുത്തലത്ത് സുരേഷ് ബാബു, N ഹരീന്ദ്രൻ, C സജീവൻ, ചെറിയാണ്ടി ബഷീർ, KV രജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നവീകരിച്ച കതിരൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിനെ സമീപിക്കുമ്പോൾ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഇടപെടണമെന്ന് സ്പീക്കർ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ ജനങ്ങളെ സഹായിക്കാനാണ്. എന്നാൽ ചില ഒറ്റപ്പെട്ട പരാതികൾ കേരളത്തിലുണ്ട്. ഒരുപാട് പരാതികൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി പരിഹരിക്കാൻ ശ്രമിക്കണമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. ജനങ്ങളെ പരമാവധി സഹായിക്കുന്ന സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിടുന്നുണ്ട്. പല ആവശ്യങ്ങൾ അവരുടെ മുന്നിൽ വരും. ആ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ പഞ്ചായത്തിനെ സമീപിക്കുമ്പം ഭരണസമിതിയും ഉദ്യോഗസ്ഥന്മാരും സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ തയ്യാറാവണം. കാരണം ലോക്കൽ ബോഡി എന്ന് പറയുമ്പം അതിനൊരുപാട് അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ ജനങ്ങളെ സഹായിക്കാനാണ്, ജനങ്ങളെ ദ്രോഹിക്കാനല്ല. ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ചില ഒറ്റപ്പെട്ട പരാതികൾ കേരളത്തിലെമ്പാടുണ്ട്. പല കാര്യങ്ങൾക്കും പോയാൽ നടത്തിക്കുന്ന ശീലം, പല കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിച്ചു കൊടുക്കാത്ത സാഹചര്യം, ഇതൊക്കെ ഇപ്പോഴും കേരളത്തിലെ ചില പഞ്ചായത്തുകളെക്കുറിച്ചും നമ്മുടെ ജില്ലയിലെ പഞ്ചായത്തുകളെക്കുറിച്ചും മുനിസിപ്പാലിറ്റികളെക്കുറിച്ചും ഉണ്ട്. അത് കുറേ പരിഹരിച്ചു. പക്ഷേ എല്ലാം ഒരു സുപ്രഭാതത്തിൽ പരിഹരിക്കപ്പെടാൻ സാധിക്കും എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഏറെക്കുറെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ സ്ഥാപനം മാറണം. സനൽ നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് 20-ലാണ് അധികാരം ഏറ്റെടുത്തത്. ഏതാണ്ട് ഇനി ഒരു 3 മാസക്കാലം മാത്രമാണ് ഈ ഭരണസമിതിക്കുള്ളത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസത്തോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഡിസംബറിൽ പുതിയ ഭരണസമിതി അധികാരമേൽക്കും. ഏതായാലും പുതിയ ഭരണസമിതിക്ക് പഴയ ഭരണസമിതി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ഭരണസമിതി യോഗം ചേരുന്ന ഓഡിറ്റോറിയം ആധുനിക കാലത്തിനനുസരിച്ച് എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്.
അതുപോലെ ഓഫീസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഓഫീസ് എല്ലാം നല്ല ഒരു മികച്ച നിലയിൽ ഇരിക്കാൻ സാധിക്കുന്ന, ജനങ്ങൾക്ക് സമീപിക്കാൻ സാധിക്കുന്ന രീതിയിലേക്കും ഈ ഭരണസമിതി ഒരുക്കിയിട്ടുണ്ട്. സാധാരണ പോകുന്ന ഭരണസമിതി അങ്ങനെ മുൻകൈ എടുക്കലും, അത് എൻ്റെ കാലം കഴിഞ്ഞല്ലോ, പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഭരണസമിതി കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സനിൽ അധ്യക്ഷനായി. ജനസൗഹൃദ ഓഫീസ് സംവിധാനവും സമ്പൂർണ്ണ ഡിജിറ്റൽ സേവനവും അടിസ്ഥാന സൗകര്യങ്ങളുടെ ആധുനികവൽക്കരണവും ഉൾപ്പെടെ പൂർത്തീകരിച്ചാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് നാടിന് സമർപ്പിച്ചത്. ഓഫീസിന്റെ താഴത്തെ നിലയിൽ ആധുനികവൽക്കരണം, മീറ്റിംഗ് ഹാൾ, എയർ കണ്ടീഷനിംഗ്, വൈദ്യുതീകരണം, ഫർണിച്ചർ ഉൾപ്പെടെയാണ് നവീകരിച്ചിട്ടുള്ളത്. ചടങ്ങിൽ കരാറുകാരനായ CP റൌഫ്, ഇലക്ട്രീഷ്യൻ കോൺട്രാക്ടർ സജിത് എന്നിവരെ സ്പീക്കർ അനുമോദിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ K മുഹമ്മദ് നിയാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT റംല, കതിരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി TN മഞ്ജുഷ, കതിരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനില P രാജ്, CDS ചെയർപേഴ്സൺ A സംഗീത, അസിസ്റ്റന്റ് സെക്രട്ടറി സുഗതൻ, പുത്തലത്ത് സുരേഷ് ബാബു, അഡ്വക്കേറ്റ് MS നിഷാദ്, O ഹരിദാസൻ, ബഷീർ ചെറിയാണ്ടി, KV രജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മാഹിയുടെ അതിർത്തി പ്രദേശമായ കോപ്പാലത്ത് റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി. കുഴികളിൽ വീണ് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് നിത്യസംഭവമായി മാറിയതോടെ പന്തക്കൽ പോലീസ് മാഹി പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട് കുഴി അടച്ചു. കഴിഞ്ഞ ദിവസം മാത്രം 3 യാത്രക്കാർക്കാണ് കുഴിയിൽ വീണ് പരിക്കേറ്റത്. തലശ്ശേരി പാനൂർ റൂട്ടിലെ പ്രധാന തിരക്കുള്ള റോഡാണിത്. ദിനംപ്രതി നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. കനത്ത മഴ പെയ്യുമ്പോൾ റോഡിൽ നിറയെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട്. ഇരുചക്ര വാഹനത്തിൽ പോകുന്നവർക്ക് പെട്ടെന്ന് കുഴി കാണാൻ കഴിയാതെ വരുന്നതോടെയാണ് അപകടം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് സ്ത്രീയടക്കം 3 പേർ അപകടത്തിൽപ്പെട്ടിരുന്നു. ഒരാളുടെ മൊബൈൽ ഫോണും കുഴിയിലെ വെള്ളത്തിൽ വീണ് നഷ്ടമായി. ഇതോടെ പന്തക്കൽ SI P ഹരിദാസ് പൊതുമരാമത്ത് വകുപ്പിനെ ബന്ധപ്പെടുകയും ഉടൻ അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെടുകയുമായിരുന്നു. ഇതോടെ പൊതുമരാമത്ത് ജീവനക്കാർ കുഴിയടക്കാനെത്തി. ഹരിദാസും പോലീസുകാരും ചേർന്ന് ഗതാഗതം നിയന്ത്രിച്ച് കുഴിയടക്കാനുള്ള സൗകര്യമൊരുക്കി. 10 വർഷം മുമ്പാണ് ഈ റോഡ് ടാർ ചെയ്തത്. കുഴികൾ രൂപപ്പെടുമ്പോൾ മാഹി പൊതുമരാമത്ത് വകുപ്പ് ജീവനക്കാർ താൽക്കാലികമായി റോഡിലെ കുഴികൾ സിമന്റ് മിശ്രിതം ഉപയോഗിച്ച് അടയ്ക്കുകയാണ് പതിവ്. എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും കുഴികൾ പ്രത്യക്ഷപ്പെടും. ഇവിടെ ഇന്റർലോക്ക് പാകി ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൂടുതൽ വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. ടു നോ മോർ, കോൺടാക്ട് us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ.
Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം പൂക്കോം റോഡിൽ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. മട്ടുപ്പാവിൽ വർണ്ണ വസന്തം തീർത്ത് ഒരു മാഹി സ്വദേശി. CPM മാഹി ലോക്കൽ സെക്രട്ടറി കൂടിയായ KP നൌഷാദാണ് തൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിൽ ചെണ്ടുമല്ലിയുടെ ചെറു വസന്തം തീർത്തത്. ചെണ്ടുമല്ലിപ്പൂക്കൾ നിറഞ്ഞ് നയനമനോഹരമായ ഉദ്യാനമായി മാറിയിരിക്കുകയാണ് മാഹി സ്വദേശി KP നൌഷാദിന്റെ മട്ടുപ്പാവ്. മഞ്ഞ, ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലിയും വാടാമല്ലിപ്പൂക്കളും മൊട്ടിട്ട് വിരിഞ്ഞതോടെ മട്ടുപ്പാവ് പൂന്തോട്ടമായി മാറി. 5 സെന്റ് ഭൂമിയിലാണ് വീട്. സ്ഥലം പരിമിതിയാണ് വ്യത്യസ്തമായ രീതി സ്വീകരിക്കാൻ നൌഷാദിന് പ്രേരണയായത്. 150ഓളം ഗ്രോ ബാഗുകളിൽ 300 തൈകളാണ് വീടിന്റെ മട്ടുപ്പാവിലുള്ളത്. തൈകളും വിത്തുകളും കർഷക സംഘം പ്രവർത്തകരിൽ നിന്നും ലഭിച്ചു. സ്വന്തമായി വാങ്ങിക്കുകയും ചെയ്തു. നേരത്തെ പച്ചക്കറികൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് പൂക്കൃഷി പരീക്ഷിച്ചതെന്ന് നൌഷാദ് പറയുന്നു. നമ്മുടെ വീട്ടിൻ്റെ ടെറസിൻ്റെ മേല ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന ടെറസിൻ്റെ മേല 200 ഗ്രോ ബാഗിൽ ഏകദേശം 400ഓളം തൈകളാണ് നമ്മൾ ഓണവിപണിക്ക് വേണ്ടിയിട്ട് ഇവിടെ നട്ടത്. അപ്പം ചെണ്ടുമല്ലി 2 തരം, മഞ്ഞയും ഓറഞ്ചും അതുപോലെ തന്നെ വാടാമല്ലിയും നമ്മൾ നട്ടിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നമുക്കിപ്പം അതിൻ്റെ വിളവെടുപ്പിന് ഭാഗമായി ഇരിക്കുകയാണ്. നമുക്കൊന്ന് പറയാനുള്ളത്, നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൃഷി വകുപ്പ് നമ്മളെ കേരളത്തിൽ പിന്നെ പല ആനുകൂല്യം കൊടുക്കുമ്പോൾ മാഹിക്ക് അതിനുള്ള ഒരു ആനുകൂല്യം ലഭിക്കാത്തൊരവസ്ഥയുണ്ട്. നമ്മളിപ്പോൾ മാഹിക്ക് കണക്കായിട്ടുള്ള പൂവ് മാഹിയിലെ പല പ്രദേശങ്ങളിൽ ഇതുപോലുള്ള ടെറസിലായി കഴിഞ്ഞാലും
പിന്നെ ഭൂമി കൃഷി ആയിക്കഴിഞ്ഞാലും നടത്തിക്കഴിഞ്ഞാൽ മാഹിക്ക് ആവശ്യമായ പൂവ് ഇവിടെ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നമുക്ക് വിഷമുള്ള അല്ലെങ്കിൽ മരുന്നടിച്ച പൂവ് ഒഴിവാക്കിക്കൊണ്ട് സ്വന്തം പൂക്കളം ഒരുക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി കൃഷി വകുപ്പ് നമ്മളെ സഹായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിനു വേണ്ടിയുള്ള സഹായം ചെയ്യുന്നത് നമ്മളെ കർഷക സംഘം ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ പിന്നെ നമ്മളെ മുൻ കൃഷി ഡയറക്ടർ ജയരാജനൊക്കെയാണ് നമ്മളെ ഇതിനു വേണ്ടിയുള്ള ഉപദേശങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നത്. അതാണ് നമ്മളിപ്പം നല്ല രീതിയിലൂടെ കാണുന്നത്. നൌഷാദും ഭാര്യ ഷാഹിദയും ഭാര്യയുടെ ജ്യേഷ്ഠത്തി സീനത്തുമാണ് കൃഷി പരിചരിക്കുന്നത്. 3 വർഷമായി മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും പൂക്കൃഷി വിജയിച്ചതിന്റെ ആഹ്ലാദത്തിലാണിവർ. ഓണത്തിന് പൂക്കൾ വിപണിയിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നൌഷാദ്. കൊടുവള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറിക്ക് SSK വിതരണം ചെയ്ത സാങ്കേതിക ഉപകരണങ്ങളുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. കൊടുവള്ളി GVHSS പ്രീ പ്രൈമറിക്ക് SSK വിതരണം ചെയ്ത സാങ്കേതിക ഉപകരണങ്ങളുടെ പ്രവർത്തനോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ നിർവഹിച്ചു. പ്രൈമറി ക്ലാസ്സിലെ ഐലാബിന്റെ ഉദ്ഘാടനവും അവർ നിർവഹിച്ചു. കൈകോർത്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നൂതനങ്ങളായ പല പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തി വരുന്നത്. ഒരുപക്ഷെ വിദ്യാർത്ഥികളുടെ പഠനത്തിന് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതാണ് പരമപ്രധാനമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, എല്ലാ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്ന ഒരു വർത്തമാന കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഒരു സ്കൂളുകളും നമുക്ക് മോശമെന്ന് പറയാനില്ല. സംസ്ഥാനത്തുടനീളം എടുത്ത് പരിശോധിച്ചാലും നമ്മുടെ തലശ്ശേരി നഗരസഭക്കകത്തായാലും എല്ലാ സ്കൂളുകളും നല്ല മികവാർന്ന രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ നടന്നു പോവുകയാണ്. അപ്പോൾ കുട്ടികളുടെ ഈ സാങ്കേതികമായ ജ്ഞാനം കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ SSKയുടെ ആഭിമുഖ്യത്തിൽ 1 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ സാങ്കേതിക ഉപകരണങ്ങൾ ഇന്നിവിടെ ലഭ്യമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ SSK ആയാലും മുനിസിപ്പാലിറ്റി ആയാലും ഗവൺമെൻറ് ആയാലും അതുപോലെ തന്നെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പായാലും എല്ലാം കുട്ടികളുടെ നല്ല നിലയിലുള്ള പഠന പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. PTA പ്രസിഡന്റ് ഫിൽഷാദ് അധ്യക്ഷനായി. തലശ്ശേരി സൗത്ത് BPC TV സഗീഷ് പദ്ധതി വിശദീകരണം നടത്തി. വാർഡംഗം ജ്യോതിഷ് കുമാർ, പ്രധാനാധ്യാപകൻ റിയാസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ T നിഷീദ് സ്വാഗതവും പ്രീ പ്രൈമറി അധ്യാപിക ഷെറീന നന്ദിയും പറഞ്ഞു. ന്യൂമാഹി കൃഷിഭവൻ, ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത്, പുന്നൂൽ സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UP ശോഭ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ ആദ്യകാലങ്ങളിൽ കർഷകരെ സംബന്ധിച്ച് രാവന്തിയോളം പണിയെടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ വയറു നിറച്ചു. ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് MK സെയ്തു അധ്യക്ഷയായി. മുതിർന്ന കർഷകൻ മാധവൻ പതലായി, മികച്ച സമ്മിശ്ര വിള കർഷകൻ പ്രതീശൻ അറവതുപാലം, മികച്ച ജൈവ കർഷക KP പുഷ്പ കുറിച്ചിയിൽ, മികച്ച വനിതാ കർഷക VK ജസീന പെരുമുണ്ടേരി, മികച്ച വിദ്യാർത്ഥി കർഷക ഫാത്തിമ മനാഫ് എന്നിവരെ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MK ലത, KS ഷർമിള, പഞ്ചായത്ത് അംഗങ്ങളായ KP രഞ്ജിനി, K വത്സല, ഷർമി രാജ്, കേരള ഗ്രാമീൺ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ അലൈഡ ടോമി എന്നിവർ സംസാരിച്ചു. കാർഷിക വികസന സമിതി അംഗങ്ങളായ തയ്യിൽ രാഘവൻ, വിജയൻ പാലക്കണ്ടി എന്നിവർ പങ്കെടുത്തു. ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ TR രാഹുൽ സ്വാഗതവും MV ബൈജു നന്ദിയും പറഞ്ഞു. തലശ്ശേരി നഗരസഭയുടെയും തലശ്ശേരി കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. ഇല്ലത്ത് താഴെ റീഡേഴ്സ് സെന്ററിലാണ് പരിപാടി നടന്നത്. തലശ്ശേരി നഗരസഭയുടെയും തലശ്ശേരി കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിൽ ഇതിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷെ പലപ്പോഴും നമുക്കറിയാം, ഏത് കൃഷി സംബന്ധമായ യോഗങ്ങൾ വിളിച്ചാലും കുറച്ച് പ്രായമായ ആളുകൾ, അതായത്
ചിലപ്പോൾ ഒരു ദൈവവിശ്വാസം എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് കൃഷി എന്നുള്ള സംസ്കാരം. പക്ഷെ അത് പലപ്പോഴും നമ്മൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നില്ല. ഒരുപക്ഷെ ഈശ്വര സങ്കല്പത്തെക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് ജീവിക്കണമെങ്കിൽ ഇത് കൂടിയേ തീരും. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരവസ്ഥയിലാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കൃഷിസ്ഥലങ്ങളില്ല. എല്ലാം വീടുകൾ, ചെറിയ ചെറിയ സെൻറ്റുകളിൽ വീടുകൾ വെച്ച് നമ്മൾ കൃഷിസ്ഥലങ്ങളൊക്കെ മോശമാക്കിയിട്ടുണ്ടെങ്കിൽ കൂടിയും അവനവൻ്റെ വീടുകളിൽ നമുക്ക് ആവശ്യമുള്ള കൃഷി ചെയ്യാനുള്ള ഒരു കാർഷിക സംസ്കാരമെങ്കിലും നമ്മൾ ഇനിയുള്ള കാലം വികസിപ്പിച്ചെടുത്തില്ല എങ്കിൽ നമ്മുടെ ജീവിതം തന്നെ അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ MB ജയരാജൻ അധ്യക്ഷനായി. കർഷകരെ ആദരിക്കലും ചടങ്ങിൽ നടന്നു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ N രേഷ്മ, TK സാഹിറ, TC അബ്ദുൽ കിലാബ്, ഷബാന ഷാനവാസ്, C സോമൻ, കൗൺസിലർമാരായ ബേബി സുജാത, MA സുധീഷ്, C ഗോപാലൻ, N മോഹനൻ, KM ശ്രീശൻ, A അനിത, ഫൈസൽ പുനത്തിൽ, VB ഷംസുദ്ദീൻ, K ലിജേഷ്, തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P ഹരീന്ദ്രൻ, തലശ്ശേരി ടൗൺ സർവീസ് ബാങ്ക് പ്രസിഡന്റ് കാരായി ചന്ദ്രശേഖരൻ, തലശ്ശേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് പ്രസിഡന്റ് K വിനയരാജ്, തലശ്ശേരി മുനിസിപ്പൽ കാർഷികോൽപ്പന്ന സംഭരണ വിതരണ സഹകരണ സംഘം പ്രസിഡന്റ് CPM നൌഫൽ, VM സുകുമാരൻ, സുരേഷ് മാസ്റ്റർ K തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി ഫീൽഡ് ഓഫീസർ ജേക്കബ് തോമസ് സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് TV സിന്ധു നന്ദിയും പറഞ്ഞു. മികച്ച വിദ്യാർത്ഥി കർഷകനായ ചിൽഡ്രൻസ് ഹോമിലെ K ആരുഷ്, മുതിർന്ന കർഷകൻ E ചന്ദ്രൻ, വനിതാ കർഷക CV പ്രഭ, SC/ST വിഭാഗത്തിലുള്ള കർഷകൻ G ശൈലജ, ജൈവ കർഷകൻ V രാജേന്ദ്രൻ, ക്ഷീര കർഷക P സതി എന്നിവരെയാണ് ആദരിച്ചത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്.
വാർത്തകൾ തുടരുന്നു. പാനൂരിലെ പ്രമുഖ കുടുംബമായ കക്കുന്നൻ്റെവട ഉപ്പുകണ്ടി KU ഫാമിലി കുടുംബസംഗമം സംഘടിപ്പിച്ചു. തലശ്ശേരി പോൾവ്യൂ റെജൻസിയിൽ നടന്ന കുടുംബസംഗമത്തിൽ സ്വദേശത്തും വിദേശത്തുമുള്ള കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നു. ആടിയും പാടിയും വ്യത്യസ്തമായ കലാപരിപാടികൾ അവതരിപ്പിച്ചും കുടുംബാംഗങ്ങൾ സംഗമം വേറിട്ടതാക്കി. ബോധവൽക്കരണ ക്ലാസുകളും അനുമോദന ചടങ്ങും സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ മുഖ്യാതിഥിയായി. പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ രംഗീഷ് കടവത്ത് പ്രഭാഷണം നടത്തി. ഡോക്ടർ അബൂബക്കറും ചടങ്ങിൽ പങ്കെടുത്തു. നജീബ് മാമാസ്, KU ഹാഷിം, റഹീം തയ്യുള്ളതിൽ, മഫിദ സലീം, KU റഷീദ, നിമിത നൌഫൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോടിയേരി മലബാർ ക്യാൻസർ സെന്ററിലേക്ക് രക്തദാനം, തെരുവിൽ കഴിയുന്നവർക്ക് അന്നദാനം തുടങ്ങിയ പരിപാടികളും സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. കർഷക കോൺഗ്രസ് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കൺവെൻഷൻ പാനൂർ UP സ്കൂൾ ഹാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല ഉദ്ഘാടനം ചെയ്തു. പക്ഷെ എന്താ ഫലത്തിലുണ്ടായത്? 168 രൂപ റബ്ബറിന് വിലയുണ്ടായിരുന്ന സമയത്ത് 170 രൂപ തറവല നിശ്ചയിച്ചു. 500 കോടി രൂപ അതിനുവേണ്ടി ബഡ്ജറ്റിൽ വകയിരുത്തി. എന്തെങ്കിലും പണം കർഷകന് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല. പിന്നെ റബ്ബറിന് വില കൂടി. ഇനി മറ്റൊരു കണക്ക് ഞാൻ പറയാം. 85 രൂപ വിലയുണ്ടായിരുന്ന റബ്ബറിന് വിലയുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് 150 രൂപ റബ്ബറിന് വില നിശ്ചയിച്ചുകൊണ്ട് കർഷകരിൽ നിന്ന് സംഭരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അതാണ് കർഷകരെ സംരക്ഷിക്കുന്ന സംവിധാനം. UDF ആണ് ഇതല്ല ഈ നടപടിയെല്ലാം സ്വീകരിച്ചത്. കർഷകരെ സഹായിക്കാൻ LDF സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കിറ്റിന്റെ പേര് പറഞ്ഞ് രണ്ടാമത് അധികാരത്തിൽ വന്നെങ്കിലും ആർക്കും കർഷകനെന്നല്ല ഇവിടെ ആർക്കും ഒരു സഹായം ചെയ്യാനായിട്ട് ഇതുവരെ തയ്യാറായിട്ടില്ല. ഞാൻ രാഷ്ട്രീയത്തിന്റെ ഈ കാർഷിക മേഖലയല്ലാതെ മറ്റു മേഖലകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ജില്ലാ സെക്രട്ടറി P. കൃഷ്ണൻ അധ്യക്ഷനായി. DCC സെക്രട്ടറി KP സാജു മുഖ്യപ്രഭാഷണം നടത്തി. വരെയുള്ള ആശുപത്രികളുടെ അവസ്ഥ എന്താ? നമുക്ക് പാനൂരിലൊരു താലൂക്ക് ആശുപത്രി എന്ന് ബോർഡുണ്ട് എങ്കിലും പാനൂരിലൊരു ആശുപത്രി, ഒരു താലൂക്ക് ആശുപത്രിക്ക് വേണ്ട ജീവനക്കാരുണ്ടോ? ഒരു താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിൽ വേണ്ട ഡോക്ടർമാരുണ്ടോ? ഒരു താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അവിടെയുണ്ടോ എന്നുള്ളതാണ്. രാത്രി ഏതെങ്കിലും ആർക്കെങ്കിലും ഒരു പരിക്ക് പറ്റി ഈ ആശുപത്രിയിലേക്ക് പോയാൽ നമ്മളെ ചികിത്സിക്കാൻ അവിടെ ഡോക്ടർമാരില്ല. താലൂക്ക് ഗ്രേഡ് ആശുപത്രിയാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗങ്ങളും ഉണ്ടാകണം, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ടാകണം. ഇവിടെ ഇപ്പൊ അഡ്മിഷൻ പോലും ഇല്ലാത്ത തരത്തിൽ, രോഗികളെ അഡ്മിറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിൽ പാനൂരിലെ ആശുപത്രി ഇങ്ങനെ ഉറങ്ങിക്കിടക്കുക. നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം.
KPCC അംഗം വി സുരേന്ദ്രൻ, സന്തോഷ് കണ്ണമ്പള്ളി, KP കുമാരൻ, KC ബിന്ദു, ഫൈസൽ കുലോത്ത്, C പുരുഷു, TC കുഞ്ഞിരാമൻ, CBA ജലീൽ, K സുരേഷ് ബാബു, PK സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാവ് CK ദാമുവിനെ ചടങ്ങിൽ ആദരിച്ചു. ഇനി അങ്ങോട്ടുള്ള പരിപാടിയിൽ അധ്യക്ഷനായി TC കുഞ്ഞിരാമാഷെ സ്നേഹവും. യൂത്ത് കോൺഗ്രസ് കുന്നോത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പദയാത്ര സംഘടിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KP സാജു ജാഥ ക്യാപ്റ്റൻ KK സനൂപിന് പതാക കൈമാറി. ജില്ലാ ജനറൽ സെക്രട്ടറി KP സാജു ജാഥ ക്യാപ്റ്റൻ K സനൂപിന് പതാക കൈമാറി. സമാപന പൊതുയോഗം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് BRM ഷഫീർ ഉദ്ഘാടനം ചെയ്തു. അജിത് കുമാർ RSSന്റെ രണ്ടാമൻ എവിടെ പോയി കണ്ടു? തൃശ്ശൂര് പോയി കണ്ടു. ആര് കണ്ടു? ADGP മാറ്റിയോ? ഇല്ല, കൊണ്ടാരും ഞാൻ മാറ്റൂല. എന്താ കാര്യം? ഹംസം. എന്ത് ഹംസം? ദൂത്. ഏത് ദൂത്? അച്ഛന്റെ ദൂത്. ആർക്ക് വേണ്ടി? മോൾക്ക് വേണ്ടി. എവിടെ പോയി? തൃശ്ശൂര് പോയി. അപ്പോഴെന്ത് പറഞ്ഞു? ഒന്ന് വേണം. ഏത് വേണം? ഒന്ന് വേണം. ഏത്? തൃശ്ശൂര് വേണം എന്ന് തീരുമാനിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് K അശോകൻ അധ്യക്ഷനായി. KP ഹാഷിം, C പുരുഷു മാസ്റ്റർ, KP വിജീഷ്, VP രാഹുൽ, PP പ്രജീഷ്, MC അതുൽ, സൂര്യതേജ്, ആർഷബ് എന്നിവർ സംസാരിച്ചു. യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ കൂത്തുപറമ്പ് മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പത്തലായി ലൈബ്രറി ഹാളിലാണ് പരിപാടി നടന്നത്. പത്തലായി ലൈബ്രറി ഹാളിൽ ജില്ലാ സെക്രട്ടറി M രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബിരുദവും അതൊക്കെ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു യോഗയിലെ ഡിപ്ലോമ ഒക്കെ എടുത്ത് വന്ന് നിങ്ങൾ കൂടുതലൊന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഇക്കാര്യത്തിൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഭാവി പദ്ധതികളുമായി എല്ലാവരും സർവാത്മന സഹകരിക്കുക, എല്ലാ അധ്യാപകരായി തീരുക. നമുക്ക് വിവരമായ രീതിയിലുള്ള കൺവെൻഷൻ ഇനിയും ആവശ്യമാണെങ്കിൽ നമുക്ക് വിളിച്ചു കൂട്ടാൻ, കൂടുതൽ ആളുകൾ ചേർക്കാം, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചതുകൊണ്ട്. P വിനോദ് കുമാർ അധ്യക്ഷനായി. യോഗ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P ബാലകൃഷ്ണസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി. ഞാൻ നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാൽ യോഗയെക്കുറിച്ച് ഏത് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എന്നെ ഇന്റർവ്യൂ ചെയ്ത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ എന്ത് സർട്ടിഫിക്കറ്റാണ് ഈ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതല്ലാന്ന് ഞാൻ പറഞ്ഞു. ഇയാൾ എന്ത് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞു. എന്നിട്ട് എൻ്റെ ആ കുട്ടീനെ അവിടെ എടുത്തിരിക്കുന്ന കുട്ടിയൊരു TK അനീഷ്, ചാരിഷ്മ ജയൻ, K സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റായി ചാരിഷ്മ ജയനെയും വൈസ് പ്രസിഡന്റായി K സപ്നയെയും, സെക്രട്ടറിയായി TK അനീഷിനെയും ജോയിന്റ് സെക്രട്ടറിയായി P വിനോദ് കുമാറിനെയും ട്രഷററായി K സനീഷിനെയും തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതപഠനം സ്കൂൾ ക്ലാസ് സമയത്തിന് ശേഷമാക്കണമെന്ന കാര്യത്തെക്കുറിച്ച് മതപണ്ഡിതന്മാർ പുനർവിചിന്തനം നടത്തണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ. സ്കൂൾ സമയത്തിന് മുമ്പ് മാത്രമേ മതപഠനം പറ്റൂ എന്ന വാശി ഒഴിവാക്കി മാറ്റത്തിനനുസരിച്ച് സമുദായവും മാറണമെന്ന് സ്പീക്കർ. SFI സംസ്ഥാന സെക്രട്ടറി പുറത്തുവിട്ട ശബ്ദരേഖ GIO വിദ്യാർത്ഥിനിയുടേതെന്ന് MSF നേതാവ് റുമൈസ റഫീഖ്. RSSന്റെ നാവ് മാത്രമല്ല, അവർക്ക് വേണ്ടിയാണ് SFI പണിയെടുക്കുന്നതെന്നും റുമൈസ. കണ്ണൂർ നഗരത്തിൽ തെരുവ് നായ ശല്യം തുടർക്കഥയാവുന്നു. 15 പേർക്കാണ് പുതുതായി കടിയേറ്റത്. കതിരൂർ പുല്ലിയോട് ഗവൺമെന്റ് LP സ്കൂളിന് പുതുതായി നിർമ്മിച്ച 3ാം നിലയുടെയും 3ാം നിലയിൽ ഒരുക്കിയ സ്റ്റേജ്, ഓഡിറ്റോറിയം എന്നിവയുടെയും ഉദ്ഘാടനം നടന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.